വിശുദ്ധരെ ഏവർക്കും ഈശ്വമിശിലേക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 21 അധ്യായം 1 വാക്യമായ ഡോമിനസ് മോയ്സ് പാസ്റ്റർ എസ്റ്റ്, അതായത് ദി ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്നതിൽ നിന്നും 1 കൊറിന്തോസ് 15 അധ്യായം 10 വാക്യമായ ഗ്രേഷ്യ ഡി സം ഇറ്റ് ഇക്വാറ്റ് സം, ദാറ്റ് ഈസ് ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം. ഈ വചനങ്ങളിലേക്ക് എത്താൻ എടുത്തത് 19 മാസങ്ങളിലേക്ക് അധികമായിരുന്നു. അതായത് കൊച്ചി രൂപതയിലെ അഭിവന്ദ്യ മെത്രാനായ ഡോക്ടർ ജോസഫ് കരിയിൽ പിതാവിൻ്റെ കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന സങ്കീർത്തനം 23 അധ്യായം 1 വാക്യത്തിൽ നിന്നും 1 കൊരിന്തോസ് 15 അധ്യായം 10 വാക്യത്തിലെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന നിയുക്ത അഭിവന്യ പിതാവായ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിൻ്റെ വാക്യത്തിലേക്ക് എത്താൻ 20 മാസങ്ങളും 5 ദിവസങ്ങളുമാണ് എടുത്തത്. അതായത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് കരിയിൽ പിതാവ് ബിഷപ്പ് എമിരേറ്റസ് ആയത് 2024 മാർച്ച് 2-നാണ്. 2 കൊറിന്തോസ് 12 അധ്യായം 9 വാക്യമായ നിനക്ക് എൻ്റെ കൃപ മതി എന്ന ആപ്തവാക്യത്തിൽ നിന്നും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന 1 കൊറിന്തോസ് 15 അധ്യായം 10 വാക്യത്തിലേക്ക്, ആ ആപ്തവാക്യത്തിലേക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിലേക്ക് എടുത്തതോ 27 വർഷവും 84 ദിവസവുമാണ്. 2 പിതാക്കന്മാരുടെയും ആപ്തവാക്യങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഇത് രണ്ടും ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്തവാക്യങ്ങളൊന്നും പഠിക്കില്ല, അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുന്നത്. ഞാൻ ഇന്നലെ മെത്രാൻ വേണ്ടി ഒരു ആശംസ എഴുതാൻ വേണ്ടിയിട്ട് ഒത്തിരി ഞാൻ നോക്കി. പക്ഷേ കുറേ കളക്ട് ചെയ്തു. ഞാൻ രാത്രി ഇരുന്നുണ്ടോ 1 മണി 2 മണി വരെയൊക്കെ ഒന്ന് കളക്ട് ചെയ്തു. പക്ഷെ ആ കളക്ട് ചെയ്തതെല്ലാം കൂടി എനിക്ക് ഇന്നത്തേക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. മറ്റൊന്നുമല്ല, ഇന്ന് വിശുദ്ധ കുർബാന പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഡ്രാഫ്റ്റ് എഴുതാൻ വേണ്ടി ഞാൻ ഇരുന്നത്. അപ്പോൾ ദൈവകൃപയാണെന്ന് പറയാം എന്നിലേക്ക് വന്നത്. ഇന്നലെ ഞാൻ ചിന്തിച്ചതോ അല്ലെങ്കിൽ റെഫർ ചെയ്തതോ അല്ല. നിയുക്തമെത്രാനായ ബഹുമാനപ്പെട്ട ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവ് വൈദിക പട്ടം സ്വീകരിച്ചത്, അതായത് പൗരോഹിത്യ പട്ടം സ്വീകരിച്ചത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി, അതായത് 1998 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. ഈ 15-ാം തീയതി എന്ന് പറയുന്നത് സ്വർഗാരോപത മാതാവിൻ്റെ, അതായത് നമ്മുടെ ദൈവമാതാവിൻ്റെ തിരുനാളാണ്. ലോകം മുഴുവൻ ആഘോഷമാക്കുന്ന ആ തിരുനാൾ. ആ തിരുനാളിൽ അത്രയധികം പേര് ആ വൈദികരൊന്നും തിരുപ്പട്ടം സ്വീകരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ റെഫറൻസുകളിലൂടെ. ഞാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും അതോടൊപ്പം ലോകത്ത് നടന്നിട്ടുള്ള പല രൂപതകളിലെയും വൈദികരുടെ തിരുപ്പട്ട സ്വീകരണത്തിൽ ഡേറ്റുകൾ ഞാൻ നോക്കി. അപ്പോൾ അതിൽ നിന്നും വളരെ റെയറായിട്ടുള്ളവരാണ് ഈ ദിവസം തിരുപ്പട്ട സ്വീകരണം നടന്നത്. ഈ ദിവസം തിരുപ്പട്ട സ്വീകരിച്ചവർ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ എന്ന് പറയാനാവും. ഞാൻ ആഗോള സഭയിലേക്ക് പോയി. ഞാൻ അവിടെ കണ്ടുമുട്ടിയത് SVD, SSHS, SSHSPA എന്നിങ്ങനെയുള്ള മിഷനറി സഭയുടെ സ്ഥാപകനായ ജർമ്മനിയിലെ വിശുദ്ധ അർണോൾഡ് ജാസനെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. അദ്ദേഹം പൗരോഹിത്യം പട്ടം സ്വീകരിച്ചത് 1861 ആഗസ്റ്റ് 15-നാണ്. പിന്നെ കൂടാതെ പ്രശസ്തരായ ചില ബിഷപ്പുമാരെയും വൈദികരെയും ഞാൻ കണ്ടുമുട്ടി. നമ്മുടെ അഭിവന്യ പിതാവിനെ വൈദിക പദവിയിലേക്ക് അന്നത്തെ കൊച്ചി രൂപത ബിഷപ്പായിരുന്ന റവറൻ ഡോക്ടർ ജോസഫ് കൊരീത്തർ പിതാവിൽ നിന്നും 1998 ഓഗസ്റ്റ് 15-നാണ് കൈവെപ്പ് കരണത്തിലൂടെ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചത്. അന്നേ എല്ലാം അറിയുന്ന
ദൈവം അദ്ദേഹത്തെ ഭാവിയിലെ മെത്രാനായി ഒരുപക്ഷെ അഭിഷേകം ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നതും കരുതുന്നതും. അന്ന് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ്: നിനക്ക് എൻ്റെ കൃപ മതി. തീർച്ചയായും ആ കൃപ തന്നെയാണ് ഇന്നത്തെ ഈ അനുഗ്രഹീതമായ ദിവസം നമ്മൾക്കായി ദൈവം നൽകിയത്. ആ ആപ്തവാക്യത്തെ അദ്ദേഹത്തിൻ്റെ എളിമയുടെ പ്രഖ്യാപനമായാണ് ഒന്നുകൂടി ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചതും. പിതാവായ തീർപ്പട്ടം സ്വീകരിക്കുന്ന എല്ലാ വൈദികർക്കും ഒരാപ്തവാക്യം ഉണ്ടാകുമെന്ന് ഉള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതിന് ഉപയോഗിക്കുന്നത് ബൈബിളിലെ വചനങ്ങളോ അല്ലെങ്കിൽ വിശുദ്ധരുടെ വചനങ്ങളും ആണ്. ഇദ്ദേഹം വൈദികനായപ്പോൾ വിശുദ്ധ പൗലോസിൽ നിന്നും കടം കൊണ്ട വചനങ്ങളാണ്. 2 കൊറിന്തോസ് 12:9 വൈദികനായിരുന്നപ്പോൾ എങ്കിൽ മെത്രാനിലേക്ക് പാതയിൽ അദ്ദേഹം ഹൃദയത്തോടും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തോടും ചേർത്ത് വെച്ചത് 1 കൊറിന്തോസ് 15:10 വാക്യമാണ്. 2 വചനങ്ങളും നാം നോക്കുകയാണെങ്കിൽ വിശുദ്ധ പൗലോസിലേക്കാണ് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഇനി പിന്തുടരാനുള്ള ദൗത്യത്തെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയും വിശുദ്ധ പൗലോസിനോട് ചേർന്ന് പോകാനുള്ള ഉറച്ച തീരുമാനത്തിൻ്റേത് തന്നെയാണ് ഈ 2 വചനങ്ങളും. പോൾ 4 പാപ്പയുടെ ബുൾ പ്രോ എക്സലൻ്റ് പ്രമിൻഷ്യ വഴി 1557 ഫെബ്രുവരി 4 രൂപീകരിച്ചതാണ് കൊച്ചി രൂപത. കൊച്ചി രൂപതയുടെ 36ാമത്തെ മെത്രാനായി അഭിവന്ദ്യ ഡോക്ടർ ആൻ്റണി കാട്ടിപ്പറമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒക്ടോബർ മാസം 25 തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രൂപത മുഴുവൻ അത് ഞങ്ങളുടെ പ്രാർത്ഥനകളും ആഘോഷങ്ങളും ആക്കുകയായിരുന്നു. രൂപത സ്ഥാപിതമായത് മുതൽ 468 വർഷങ്ങളിൽ രൂപതയിൽ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വിവിധ സഭാപരമായ കാരണങ്ങളാൽ ഒരു ദിവസം മുതൽ 55 വർഷങ്ങൾ വരെ കാലതാമസങ്ങൾ ഉള്ളതായി ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നിയുക്ത മെത്രാനായി ഡോക്ടർ ആൻ്റണി കാട്ടുപറമ്പലിനെ AD 236 പരിശുദ്ധാത്മാവ് വിശുദ്ധ ഫാബിയനെ 20ാമത്തെ പാപ്പയായി തിരഞ്ഞെടുത്തതുപോലെ ഞങ്ങൾക്കായി തന്നത് മുതൽ രൂപതയിലെ എല്ലാ വൈദികരും സന്യസ്തരും സന്യാസിനികളും അൽമായരും തങ്ങളുടെ ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിലും അനുദിന പ്രാർത്ഥനകളിലും അദ്ദേഹത്തിനായി ഡിസംബർ 7 അതായത് ഇന്നത്തെ മെത്രാഭിഷേക ചടങ്ങുകൾക്കും തുടർന്ന് രൂപതയെ നയിക്കപ്പെടേണ്ട അച്ചപ്പാലന ദൗത്യങ്ങൾക്കുമായുള്ള പ്രാർത്ഥനകളിൽ ആയിരുന്നു ഞങ്ങൾ ഏവരും. ഞാൻ ഈ ആശംസ സന്ദേശത്തിനെ തുടങ്ങുമ്പോൾ കുറേ റഫറൻസുകൾ ഞാൻ തിരഞ്ഞു വച്ചിരുന്നു. പക്ഷേ അതൊന്നും ഇതിനോട് ചേർത്ത് വയ്ക്കാനായില്ല. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ അരൂർ പള്ളിയിൽ പോകുമ്പോൾ ആക്ച്വലി ശൂന്യമായ തലങ്ങളിലായിരുന്നു ഞാൻ. പക്ഷേ വിശുദ്ധ കുർബാനയുടെ നിറവിലും തികവിലും എന്നിൽ നിറച്ച കൃപാവരമാകാം ഈ അക്ഷരങ്ങളിൽ, ഈ വാക്കുകളിൽ ഞാൻ നിരന്നതും നിറയുന്നതും. ഈ സന്ദേശത്തിൻ്റെ ആദ്യം സൂചിപ്പിച്ച വാക്യങ്ങൾ ലത്തീൻ ഭാഷയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നത്. 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പ്രാദേശിക ഭാഷയിൽ ആയെങ്കിലും റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് എക്ലിയാസ്റ്റിക്കൽ ലത്തീൻ ഭാഷയാണ്. സഭയുടെ സാർവത്രിക ഭരണത്തിനും ഔദ്യോഗിക രേഖകളും കാനോൻ നിയമം, പരമ്പരാഗതമായ ആചാരങ്ങൾ, പ്രധാന ആരാധന ഗ്രന്ഥങ്ങൾ തുടങ്ങിയ എല്ലാം ലത്തീൻ ഭാഷയിലാണ് എന്നത് നിങ്ങൾക്കേവർക്കും അറിവുള്ളതാണല്ലോ. അറിയില്ല എങ്കിൽ എന്ന് കരുതിയാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒത്തിരി റെഫറൻസിലൂടെ ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി റെഫറൻസിലൂടെ ഞാൻ പോകുന്നത് ഒത്തിരി അറിവുകൾ കൂടി പിതാവിനൊപ്പം തരാം എന്ന് കരുതി തന്നെയാണ്.